ഹലോ എവരി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ 1ഉം 2ഉം യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് യൂണിറ്റിൽ എൻവയോൺമെൻറ്റ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു അല്ലേ. സെക്കൻഡ് യൂണിറ്റിലാണെങ്കിൽ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റംസ് എന്നുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ പേര് കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, മേജർ എക്കോസിസ്റ്റംസ്. എന്താണ് മേജർ എക്കോസിസ്റ്റംസ്? എക്കോസിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥയാണെന്ന് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥ എന്നൊക്കെ എന്താണെന്ന് നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ, എന്താണ് ഈ ഒരു ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ വസിക്കുന്ന ആ ഒരു സ്ഥലം, അതിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വസിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു കുളത്തിലെ മീന് അല്ലെങ്കിൽ മീനിന് ഒരു ലേക്കിലുള്ള ഒരു മീനിൻ്റെ എക്കോസിസ്റ്റം എന്തായിരിക്കും? ആ ലേക്കായിരിക്കും. കാരണം അതിന് പുറത്തോട്ടൊരു ജീവിതമില്ല. അതിൻ്റെ ഫുഡും അതിൻ്റെ ബ്രീത്തിങ് ആയിട്ടുള്ള വേണ്ട ന്യൂട്രിയൻസും അല്ലെങ്കിൽ എലമെൻസും എല്ലാം അതിന് കിട്ടുന്ന ആ ഒരു ലേക്കിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ എക്കോസിസ്റ്റം വരുന്ന ആ ഒരു ലേക്ക് അല്ലെങ്കിൽ റിവർ ആയിരിക്കും. ഇനി നമ്മുടെ എക്കോസിസ്റ്റം എന്താണ്? നമുക്ക് ഈ ചുറ്റും കാണുന്ന ഈ ഒരു പ്രകൃതി, ഇതെല്ലാം നമ്മളുടെ എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ജീവിക്കും സർവൈവ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതെല്ലാം നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നമുക്കിപ്പോൾ അത് ഇൻട്രൊഡക്ഷന് വേണ്ടി നമുക്കത് ആവശ്യമുണ്ട്. സോ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്നാണ്. എന്നിട്ട് പലതരത്തിലുള്ള എക്കോസിസ്റ്റം, ഫോറസ്റ്റിലെ പലതരത്തിലുള്ള എക്കോസിസ്റ്റങ്ങളെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുളത്തിലുള്ള മീനിന് എക്കോസിസ്റ്റം വരുന്ന ആ ഒരു കുളം അല്ലെങ്കിൽ ആ ഒരു റിവർ ലേക്ക് ആയിരിക്കും. അതുപോലെ കാട്ടിൽ ജീവിക്കുന്ന വന്യജീവികൾ അല്ലെങ്കിൽ അവിടുത്തെ കാട്ടുമൃഗങ്ങൾക്കൊക്കെ അവരുടെ എക്കോസിസ്റ്റം വരുന്നത് ഒരു അനിമൽസിൻ്റെ, വൈൽഡ് അനിമൽസിൻ്റെ എക്കോസിസ്റ്റം വരുന്ന എപ്പോഴും എന്തായിരിക്കും? കാടായിരിക്കും അല്ലേ. The forest is an ecosystem which is mainly consisting of trees that buffer and support a number of life forms. A forest ecosystem includes plants, animals and microorganisms in an area functioning together with the abiotic factors in the environment. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്കോസിസ്റ്റം ആണ്. കാരണം ഫോറസ്റ്റിൽ ഒരുപാട് ജീവജാലങ്ങൾ, നമുക്ക് ഒരിക്കലും എണ്ണിത്തീരാൻ പറ്റാത്ത അത്രത്തോളം ഇൻസെക്ട്സും ഉറുമ്പ് തൊട്ട് ബട്ടർഫ്ലൈസ്, പലതരത്തിലുള്ള മൃഗങ്ങൾ, പക്ഷികൾ, പലതരത്തിലുള്ള ഡേഞ്ചർ ആയിട്ടും ഡേഞ്ചർ അല്ലാത്തതായിട്ടും ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ആയിട്ട് അടങ്ങിയ ഒരു സ്ഥലമാണ് ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ അത്രയും ജീവജാലങ്ങളുടെ ജീവന് വേണ്ട ആവശ്യങ്ങളെല്ലാം ഉള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ലോകത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയിലെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എലമെന്റ്സ് നമ്മളുടെ പ്രകൃതിയിലോട്ട് കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ പറയാം? ഫോറസ്റ്റ് എന്ന് പറയാം. ഏറ്റവും വലുതല്ല, ഏറ്റവും വലിയ എക്കോസിസ്റ്റം വരുന്ന ഓഷ്യനൊക്കെയാണ്. കാരണം നമ്മളുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പകുതി മുക്കാൽ പോർഷനും വരുന്നത് പലതരത്തിലുള്ള സമുദ്രങ്ങളാണ് അല്ലേ. അപ്പോൾ സമുദ്രമാണ് ഏറ്റവും വലിയ എക്കോസിസ്റ്റം വരുന്നത്. നമ്മൾ മീൻ ചെയ്തത് നമുക്ക് വേണ്ട റിസോഴ്സസ് കൂടുതലും കിട്ടുന്നത് ഈ ഒരു ഫോറസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ബ്രീത്ത് ചെയ്യേണ്ട ഫ്രഷ് എയർ, ഫ്രഷ് വാട്ടർ, ഇതെല്ലാം കൂടുതലായിട്ട് ഈ ഒരു എൻവയോൺമെന്റിലോട്ട് വരുന്നത് ഫോറസ്റ്റ് വഴിയാണ് അല്ലേ. അപ്പോൾ ഫോറസ്റ്റ് ഇല്ല എങ്കിൽ നമ്മളുടെ ലോകം ഇല്ല എന്ന് തന്നെ പറയാം. ഫോറസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാതായാലും ഈ ലോകമേ ഇല്ലാതാവും എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റിൽ പലതരത്തിലുള്ള പ്ലാന്റ്സും അനിമൽസും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും അങ്ങനെ ലോട്ട് ഓഫ് ഓർഗാനിസംസും ഈ ഒരു ഫോറസ്റ്റിലുണ്ട്. ഓക്കെ, ഇത് നമുക്ക് അസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വായിച്ച് നോക്കുക. എല്ലാ യൂണിറ്റിലും ഞാൻ പറയുന്നതാണ്. നമ്മളുടെ എക്സാമിന് ഈ ഡെഫിനിഷനോ ഒന്നും വരില്ല, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ നമ്മൾ ഈ PSC ഒക്കെ പഠിക്കുന്ന പോലെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് ഇത് വായിച്ചു നോക്കുക. 1-2 തവണയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ 1 വേർഡൊക്കെ ചിലപ്പോൾ കാണാൻ പാടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100-ൽ 35 മാർക്ക് മതി എൻവയോൺമെന്റൽ സ്റ്റഡീസ് ജയിക്കാനായിട്ട്. സോ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ വായിച്ചു നോക്കിയാൽ 1 വേർഡൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ എക്സാമിന് ഈസി ആയിരിക്കും കേട്ടോ. സോ ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള ഫോറസ്റ്റുകളെ കുറിച്ചാണ്. എക്കോസിസ്റ്റം അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
ഇതിൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ഇത് ശ്രദ്ധയോടെ കേൾക്കുക കേട്ടോ. ഫസ്റ്റ് വരുന്ന ഫോറസ്റ്റ് ടൈപ്പ്. ഇപ്പോൾ പലതരത്തിലുള്ള ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. നമ്മളുടെ ലോകത്തിൽ എല്ലാ ഫോറസ്റ്റും ഒരുപോലെയല്ല. നമ്മളിപ്പോൾ കാട്, ഉൾവനം അല്ലെങ്കിൽ വനത്തിൽ പോയെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അല്ല, ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരുടെയും കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ വനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോട്ട്സ് ഓഫ് ട്രീസ് ഉണ്ടാവും, വൈൽഡ് അനിമൽസ് ഉണ്ടാവുന്ന ഒരു സ്പോട്ടാണെന്ന് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വനത്തിൽ തന്നെ പലതരത്തിലുള്ള വനങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വനം എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള വൈൽഡ് അനിമൽസ് ഉണ്ടാവും, ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാവും, മഴയുണ്ടാവും, വെയിലുണ്ടാവും. ഇങ്ങനെയുള്ള ഫോറസ്റ്റ് ആയിരിക്കും നമ്മളുടെ കേരളത്തിൽ ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ എക്സാമ്പിള് നമ്മൾ അഗസ്ത്യാർകൂടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു വൈൽഡ് ഒരു സ്ഥലമാണ്, നമ്മളുടെ ട്രിവാൻഡ്രം ബോർഡർ പ്ലേസിൽ വരുന്ന ഒരു സ്ഥലമാണ് അഗസ്ത്യാർകൂടം. അപ്പൊ ഈ അഗസ്ത്യാർകൂടത്തിൽ കൂടുതലുള്ളത് വാട്ടർഫാൾസ് ആണ്. 30ഓളം വാട്ടർഫാൾസ് ആ ഒരു അഗസ്ത്യാർകൂടം എന്നുള്ള ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാണാനൊന്നും പറ്റത്തില്ല. ഒരു ട്രക്കിംഗ് ഒക്കെ അവിടെ ഗവൺമെന്റ് വയ്ക്കുന്നുണ്ട് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട്. എങ്കിലും നമുക്ക് ഒരു പകുതിയോളം മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഉൾവനത്തിലോട്ട് പോയാൽ ഡേഞ്ചർ ആയിട്ടുള്ള ആനിമൽസ് ഒക്കെ മേ ബി ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരുപാട് വാട്ടർഫാൾസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന കൂടുതൽ ഓർഗാനിസംസ് എന്തായിരിക്കും? ഈ വാട്ടറിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ആയിരിക്കും അവിടെ കൂടുതലുള്ളത്. ഇപ്പോൾ ഇപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ഈ വെള്ളം പറ്റുന്ന ഓർഗാനിസംസ് അല്ലായിരിക്കും. ഈ ചെറിയ ഇൻസെക്റ്റുകൾക്കൊന്നും ഈ വെള്ളത്തിൽ ഒരുപാട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ ഈ അഗസ്ത്യാർകൂടത്തിൽ കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ തേക്കടി വൈൽഡ് റിസർവിയർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇടുക്കി എന്ന് പറയുമ്പോൾ ഒരുപാട് റീജിയൻസിൽ ഒരുപാട് വൈൽഡ് ലൈഫ് റിസർവിയേഴ്സ് അവിടെ ഉണ്ട് ഇടുക്കിയിൽ. അപ്പോൾ തേക്കടി എടുത്താൽ തേക്കടിയിലാണെങ്കിൽ ഒരുപാട് കാട്ടാനകൾ, കടുവകൾ, അങ്ങനെയുള്ള കരടി, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ അവിടെ കൂടുതലാണ്. കാരണം ആ ഒരു മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ആ ഒരു കാട്ടിലുണ്ട് അല്ലെ. അങ്ങനെ ഓരോ കാടിലും എല്ലാ ഓർഗാനിസംസിനും ജീവിക്കാൻ പറ്റില്ല. ഓരോ കാട്ടിലും ഓരോ ക്ലൈമറ്റ് ആയിരിക്കും. നമ്മളുടെ കേരളത്തിലെ കാടുകളിലെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ മഴയും വെയിലൊക്കെ ചേർന്നിട്ടുള്ളതാണെങ്കിൽ ഒരു പുറത്തുള്ള കൺട്രീസിലെ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ കോൾഡ് മഞ്ഞൊക്കെ വീഴുന്ന വനങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഓരോ ടൈപ്പ് ഫോറസ്റ്റുകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് കോണിഫറസ് ഫോറസ്റ്റുകളാണ്. കോണിഫറസ് ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, കഴിഞ്ഞ എക്സാമിന് എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ കഴിഞ്ഞ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു: പൈൻ മരങ്ങൾ കാണാൻ പറ്റുന്ന കാട് ഏതാണ്? അല്ലെങ്കിൽ കോണിഫറസ് ട്രീസ് ഈ പൈൻ ട്രീസ് കാണാൻ പറ്റുന്ന ഫോറസ്റ്റ് ഏതായിരുന്നു എന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. എന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകൾ. അങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം വരുന്നത് ഈ ഒരു കോണിഫറസ് ഫോറസ്റ്റ് ആണ്. കാരണം കോണിഫറസ് ഫോറസ്റ്റുകളിലാണ് പൈൻ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കോണിഫറസ് ഫോറസ്റ്റ് ആർ ദ വെജിറ്റേഷൻ ഫൗണ്ട് ഇൻ ഏരിയസ് വിച്ച് ഹാവ് ലോങ് വിന്റേഴ്സ് ആൻഡ് മോഡറേറ്റ് ഹൈ റെയിൻഫാൾ. കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ദീർഘകാല വിന്റർ ക്ലൈമറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ റെയിൻഫാൾ ആയിരിക്കും, നല്ല രീതിയിൽ മഴയും അതുപോലെ തന്നെ വിന്റർ ക്ലൈമറ്റ് ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് കോണിഫറസ് ഫോറസ്റ്റ്. ദീസ് ആർ ദ ട്രാൻസ്കോണ്ടിനെന്റൽ എന്ന് പറയുമ്പോൾ, കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വലിയ ഉൾക്കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ആമസോൺ വനങ്ങൾ, അതൊക്കെ ഒരു കോണ്ടിനെന്റ് ആണ്. കാരണം അത് നമുക്ക് എണ്ണിത്തീരാത്ത അത്രത്തോളം വിസ്തൃതിയിൽ അത് പരന്ന് കിടക്കുകയാണ് അല്ലെ. ഒരുപാട് പ്ലേസിൽ അത് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഹിമാലയൻ പർവ്വതങ്ങളും ഇങ്ങനെ ഒരുപാട് സ്പേസിൽ അത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് വലിയ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ ഒരു കോണ്ടിനെന്റ് ആണെന്ന് പറയാം. കാരണം അത് ഒരുപാട് സ്പേസിൽ നമ്മളുടെ ഒരു ഭൂമിയിലെ ഒരു പെർസെൻറ്റേജ് അത് കവർ ചെയ്താണ് അതുള്ളത്. അതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് കോണ്ടിനെന്റ് ആണ്, അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളാണ്. അപ്പോൾ ഈ കോണിഫറസ് ഫോറസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഭൂഖണ്ഡങ്ങളുടെ ബോർഡർ ഏരിയയിൽ ആയിരിക്കും. ട്രാൻസ് കോണ്ടിനെന്റൽ എന്ന് പറയുമ്പോൾ ബോർഡർ ഏരിയസിനെയാണ് ട്രാൻസ് കോണ്ടിനെന്റൽ എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങളുടെ ഒരു ബോർഡർ ഏരിയസിനെയാണ്
ട്രാൻസ് കോണ്ടിനെന്റൽ എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ഈ ഒരു ഫോറസ്റ്റ് കാണുന്നതിൻ്റെ തൊട്ടടുത്ത് വലിയ എന്തെങ്കിലും ഓഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ മൗണ്ടെയിൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള കോണ്ടിനെൻസിൻ്റെ അടുത്തായിട്ടായിരിക്കും ഈ ഒരു കോണിഫറസ് ഫോറസ്റ്റുകൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. There are evergreen plant species such as spruce, fir and pine trees, animals such as wolf, bear, red fox, squirrel. ഇങ്ങനെ പലതരത്തിലുള്ള അനിമൽസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ ഇത്രയും അനിമൽസ് മേ ബി വേറൊരു വനത്തിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഓരോ വനത്തിനെയും വ്യത്യസ്തമാക്കുന്നത്. കൂടുതലും അവിടുത്തെ ക്ലൈമറ്റ് വെച്ചാണ് ഈ ഒരു ഫോറസ്റ്റുകളെ വ്യത്യസ്തമാക്കി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിൻ ഒരു പോയിന്റ് വരുന്നത് പൈൻ ട്രീകളെ കാണാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റ് ആണ് കോണിഫറസ് ഫോറസ്റ്റ്. ഓൾസോ ദീസ് ആർ ട്രാൻസ് കോണ്ടിനെന്റൽ. നെക്സ്റ്റ് സെക്കൻഡ് വരുന്ന ഫോറസ്റ്റ് ടൈപ്പാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഹാവ് എ മോഡറേറ്റ് ക്ലൈമറ്റ് ആൻഡ് ബ്രോഡ് ലീഫ്ഡ് ഡെസിഡ്യൂസ് ട്രീസ് which shed their leaves annually in winter and new leaves in the spring season. നെക്സ്റ്റ് വരുന്ന ഫോറസ്റ്റ് ടൈപ്പാണ് ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. ഒന്നും അങ്ങോട്ട് കൂടുതലല്ലായിരിക്കും, ചൂടും കൂടുതലല്ല തണുപ്പും കൂടുതലല്ല, എല്ലാം ഒരു ആവറേജിൽ നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഈ ഒരു ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓൾസോ ഈ ഒരു ഫോറസ്റ്റിൽ നമുക്ക് കാണുന്ന മരങ്ങളുടെ ഇലകൾ കൂടുതലും ബ്രോഡ് ലീഫ്ഡ് ആയിട്ടുള്ള ഇലകളായിരിക്കും. എവിടുത്തെ മരങ്ങളുടെ ഈ ഒരു കാട്ടിലുള്ള ഈ ഒരു വനത്തിലുള്ള മരങ്ങളുടെ ഇലയുടെ സ്പെഷ്യാലിറ്റി അങ്ങനെയാണ്. ബ്രോഡ് ലീഫ്ഡ് എന്ന് പറയുമ്പോൾ പരന്ന എന്ന് പറയാം, അല്ലെങ്കിൽ വിസ്തീർണമായിട്ടുള്ള ഇല ഉള്ളത്. മീൻസ് ഇങ്ങനെ വലിയ കട്ടിയില്ലാതെ ബ്രോഡ്. ഇപ്പം എക്സാമ്പിൾ എന്താ പറയുക, നമുക്ക് പ്ലാവില അറിയാം, അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ബ്രോഡായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ പരന്ന് ഒരുപാട് സ്പേസിൽ ഇങ്ങനെ എന്താണ് ഒരുമാതിരി വേറെ ഷേപ്പൊന്നും അല്ലാതെ ഒരു പരന്നങ്ങ് കിടക്കുകയാണ്. ആ ടൈപ്പ് ഇലകളുള്ള മരങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു വനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു അല്ലേ. ഇതിൻ്റെ എക്സാമിന് മേ ബി നിങ്ങളോട് ചോദിച്ചേക്കാം, ബ്രോഡ് ലീഫ്ഡ് ആയിട്ടുള്ള മരങ്ങൾ കാണാൻ പറ്റുന്ന വനം ഏതാണ്? ആൻസർ എന്താണ്? ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ കാട്ടിലുള്ള മരങ്ങൾ ഒരു വിൻ്റർ സീസൺ ആകുമ്പോൾ ഇതിൻ്റെ ഇലകൾ കൊഴിക്കുകയും സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഇലകൾ തളിർക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നോർമലി ഈ നമുക്കറിയാലോ, ഒട്ടുമിക്ക മരങ്ങളും അങ്ങനെയാണ്. എന്താണ്, ഇല കൊഴിക്കുകയും ചെയ്യും, സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ പിന്നെ പൂത്ത് തളർക്കുകയും ചെയ്യും. അതാണ് ഇവിടെയും നടക്കുന്നത്. These have a winter and an annual rainfall of 75 to 150 centimeter which be uniform throughout year. അപ്പോൾ ഇവിടെ മഴ അത്യാവശ്യം കിട്ടുന്നുണ്ട്, ഒരുപാടില്ല എങ്കിലും 75 to 150 സെൻറ്റിമീറ്റർ വരെ മഴ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഡിയേഴ്സ്, ബിയേഴ്സ്, സ്ക്യൂറൽ, ഗ്രേ ഫോഴ്സസ്, ഫുഡ് പൈക്കേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് അനിമൽസ് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് വരുന്നത് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. Their clusters of evergreen trees in temperate areas have warm summers and wild winters. അപ്പോൾ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൽ എന്തായിരിക്കും? വാം ആയിട്ടുള്ള ഓക്കെ, സമ്മർ അത്യാവശ്യം, സമ്മർ എന്ന് പറയുമ്പോൾ എന്താണ്, ചൂടുകാലം. അപ്പോൾ ചൂടോടുകൂടിയുള്ള സമ്മർ അവിടെ കാണാൻ പറ്റും. പിന്നെ വിൻ്റർ സീസൺ ആകുമ്പോൾ അത്യാവശ്യം ഒരുപാട് കൂടുതലല്ല, മൈൽഡ് ആയിട്ടുള്ള ലേശമുള്ള തണുപ്പൊക്കെ ഉള്ള കാണുന്ന ഒരു ഫോറസ്റ്റ് ആണ് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ദി ട്രീസ് ഹാവ് നീഡിൽ ലൈക്ക് ലീവ്സ്. ഈ ഒരു ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് ഈ ഒരു കാട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു വനത്തിലുള്ള മരങ്ങൾക്ക് കൂടുതലും നീഡിൽ ലൈക്ക് അല്ലെങ്കിൽ ഒരു സൂചി പോലെ വളരെ തിന്നായിട്ടുള്ള ഇലകളായിരിക്കും ഈ ഒരു ഫോറസ്റ്റിലുള്ള ട്രീകൾക്ക് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. നീഡിൽ ലൈക്ക് ലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചേമ്പിൻ്റെ ഇല എന്ന് പറയുമ്പോൾ ബ്രോഡ് ലീഫ്ഡ് ആണ്, പരന്ന ഇലയാണ്. നീഡിൽ ലൈക്ക് പറയുമ്പോൾ നീഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ തിന്നാണ് അല്ലേ, വലിപ്പമില്ല. അതുപോലെ നീഡിൽ പോലെയുള്ള എന്ന് വെച്ചാൽ വേദനിക്കുമെന്നല്ല, ആ ഒരു അത്രയ്ക്ക് തിന്നായിട്ടുള്ള ഇലകളായിരിക്കും ഇതിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ എന്താ നമുക്ക് പറയാം, നമുക്ക് ഫ്ലവേഴ്സിൽ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ പൂക്കളുടെ ഇലകൾ നീഡിൽ ലൈക്ക് ലീഫ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് അരളി മേ ബി അറിയാമായിരിക്കുമല്ലോ, പല കളറിലുള്ള അരളിപ്പൂക്കളുണ്ട്. അരളിപ്പൂക്കളുടെ ഇലകൾ മേ ബി നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അതിൻ്റെ ഇലകളെന്ന് പറയുമ്പോൾ ഇങ്ങനെ പരന്ന ഇലയല്ല, വലിപ്പമുള്ള ഇലയല്ല, നീഡിൽ പോലെ വളരെ ഷാർപ്പായിട്ടുള്ള
കൂർത്ത ഇലകളായിരിക്കും, വളരെ തിന്നായിട്ടുള്ള അതുപോലുള്ള ഇലകളുള്ള മരങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അവിടെ മെയിൻ അനിമൽസ് ഇൻ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഇൻക്ലൂഡ് മ്യൂൾ, ഡിയർ, റാബിറ്റ്, ഇങ്ങനെയുള്ള അനിമൽസ്, ഓർഗാനിസംസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, മേ ബി അടുത്ത എക്സാമിന് വന്നേക്കാം, നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ഇലകൾ കാണാൻ പറ്റുന്ന, ഇലകളുള്ള മരങ്ങൾ കാണാൻ പറ്റുന്ന ഫോറസ്റ്റ് ഏതാണ്? ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി 4ാമത്തെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് വരുന്നത് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ച്. നെക്സ്റ്റ് ഒന്ന് നമ്മൾ പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ആണ്. റെയിൻ ഫോറസ്റ്റ് എന്താണ് റെയിൻ ഫോറസ്റ്റ്? എപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന കാടുകളെയാണ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. Temperate rainforests have evergreen vegetation areas are colder than any other rainforest, and they have cool to warm summers, mild winters, and of moisture around of the year. Rainfall is high and fog may be very high. അപ്പോൾ ഇതുവരെയുള്ള കണ്ടുപിടിച്ചിട്ടുള്ള റെയിൻ ഫോറസ്റ്റിലെ ഏറ്റവും കൂടുതൽ കോൾഡർ റീജിയൻസ് അല്ലെങ്കിൽ കോൾഡർ ടൈം കിട്ടുന്ന, തണുപ്പ് എപ്പോഴും കൂടുതൽ നിൽക്കുന്ന ഒരു ഫോറസ്റ്റാണ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. Tropical rainforests are near to the equator and have uniformly high temperature and high humidity. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇക്വേറ്ററിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇക്വേറ്റർ എന്താണ്? നമ്മളുടെ ഭൂമി കറങ്ങുന്ന ആ ഒരു അച്ചുതണ്ട് അല്ലെ, ആ ഒരു സെൻട്രൽ പോർഷൻ, ആ ഒരു സെൻട്രൽ റീജിയനിലൊക്കെയാണ് കൂടുതലായിട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നത്. അവിടെ എപ്പോഴും കൂടുതലായിട്ട് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഓൾസോ ഹൈ ഹ്യൂമിഡിറ്റിയും അവിടെ കാണാൻ പറ്റും. അവിടെ ഫോറസ്റ്റ് റിസീവ് അബൌട്ട് മോർ ദാൻ 200 സെൻറ്റിമീറ്റർ ഓഫ് ആനുവൽ റെയിൻഫോൾ. അവിടെ ഓരോ വർഷവും 200 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Their areas have a common vertebrates such as arboreal amphibian, aquatic reptiles, chameleons, snakes and birds and mammals. ഇങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും. Next one, tropical seasonal forest are present in areas where total annual rainfall is very high but have a seasonal climate and alternating between dry and wet each other of about 6 months. അപ്പോൾ ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നല്ല രീതിയിൽ മഴ പെയ്യുമെങ്കിലും അവിടെ 2 സീസണലായിട്ട് അവിടുത്തെ ക്ലൈമറ്റ് മാറും. അതായത് ഒരു വർഷത്തെ 6 മാസം നല്ല മോയ്സ്ചറൊക്കെ കയറി നല്ല തണുത്ത് കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ പിന്നെ സമ്മർ സീസൺ ആകുമ്പോൾ എല്ലാം വരൾച്ച നിറഞ്ഞ ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ സീസണൽ ടൈപ്പിലുള്ള ഒരു ഫോറസ്റ്റ് ആണ് ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ്. നെക്സ്റ്റ് വൺ, സബ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. Subtropical rainforests are in equator region, either within or bordering the tropical zone, have a more noticeable seasonal changes and have broad leafed evergreen trees. അപ്പോൾ സബ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇക്വേറ്ററിൻ്റെ റീജിയനിൽ വരുന്ന ഫോറസ്റ്റുകളാണ് സബ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അവിടെ ബ്രോഡ് ലീഫ്ഡ് എവർഗ്രീൻ ട്രീസിനെ നമുക്ക് കാണാൻ പറ്റും. നോർമലി ബ്രോഡ് ലീഫ്ഡ് ട്രീസ് അല്ല, ബ്രോഡ് ലീഫ്ഡ് എവർഗ്രീൻ ട്രീസ്, അങ്ങനെയുള്ള മരങ്ങളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, നമുക്ക് അതോടുകൂടി ഫോറസ്റ്റുകളുടെ ലിസ്റ്റ് തീർന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ 7 ടൈപ്പ് ഓഫ് ഫോറസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളത് എഗെയിൻ ആയിട്ട് പറയേണ്ട ആവശ്യത്തിലില്ല അല്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇതൊന്ന് വായിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ്. എന്താണ് ഈ ഫോറസ്റ്റ് കൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഫോറസ്റ്റ് പ്രൊവൈഡ് ആസ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്, സർവീസസ്, ഫ്യൂവൽ ആൻഡ് ആൾസോ ഗെറ്റ് വുഡ് വിച്ച് ബിക്കംസ് റോ മെറ്റീരിയൽ ടു വേരിയസ് ഇൻഡസ്ട്രീസ്. ഫോറസ്റ്റ് ഗിവ് എ നമ്പർ ഓഫ് അതർ പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് ഓയിൽ, മെഡിസിനൽ പ്ലാന്റ്, റിസീൻ, സ്ലാക്ക് ആൻഡ് ഷെല്ലക്ക്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാതെ തന്നെ നമുക്ക് അറിയാനുള്ള കാര്യമാണ്. എന്താണ് ഫോറസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഭൂമി ഇങ്ങനെ നിലനിന്ന് പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫോറസ്റ്റിൻ്റെ ആ ഒരു സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിനം പ്രതി. കാരണം നമ്മളുടെ രാജ്യത്തിലെ പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ച് ആളുകൾ ഫോറസ്റ്റ് ഒക്കെ കയ്യേറി അവിടെ വീടുകൾ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ. സോ ഫോറസ്റ്റ് അത്രത്തോളം കുറയുകയാണ്. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രകൃതിയിൽ തന്നെ ഏറ്റവും നല്ല ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ മനുഷ്യന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. ഓൾസോ ലോട്ട് ഓഫ്
ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം ജീവിക്കുന്ന ഒരു പ്ലേസ് ആണ് ഈ ഒരു ഫോറസ്റ്റ്. ബട്ട് ആ ഒരു ഫോറസ്റ്റ് ഇല്ലാതായാൽ നമ്മളുടെ ഈ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതായിപ്പോവും അല്ലേ. അപ്പോൾ ആ ഒരു ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ജസ്റ്റ് വുഡ് കിട്ടുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ചന്ദനം അങ്ങനെയുള്ള മരങ്ങളൊക്കെ കിട്ടുന്നു. പിന്നെ എന്താണ് മെഡിസിനൽ പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫോറസ്റ്റ് കൺസർവേഷൻ. ഫോറസ്റ്റിനെ, വനസംരക്ഷണത്തിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫോറസ്റ്റ് കൺസർവേഷൻ ഇൻവോൾവ്സ് അപ്കീപ്പ് ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ് വിത്തിൻ എ ഫോറസ്റ്റ് ദാറ്റ് ആർ ബെനിഫിഷ്യൽ ടു ബോത്ത് ദി ഹ്യൂമൻസ് ആൻഡ് എക്കോസിസ്റ്റം. ഡ്യൂ ടു അർബനൈസേഷൻ, എക്സ്പാൻഷൻ ഓഫ് ലാൻഡ് ഫോർ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആൻഡ് റിഡക്ഷൻ ഇൻ ട്രീസ്, ദർ ഈസ് സീരിയസ് ത്രെറ്റ് ടു ഫോറസ്റ്റ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വനസംരക്ഷണത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് മനുഷ്യനും വളരെ പ്രാധാന്യപ്പെട്ടതാണ് അല്ലേ. ഈ ലോകത്തിലുള്ള എല്ലാ ഓർഗാനിസത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബിക്കോസ് അവിടെ ലോട്ട്സ് ഓഫ് ട്രീസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് നല്ല നല്ല വായുവൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്, അത് നമുക്ക് ശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ പ്രാധാന്യപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ അർബനൈസേഷന് ശേഷം എന്ത് സംഭവിച്ചു, ആളുകൾ പോപ്പുലേഷനൊക്കെ കൂടിയതിന് ശേഷം ആളുകൾ വനം കയ്യേറി അവിടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ഉണ്ടാക്കി, വീട് വെച്ചു, ബിൽഡിങ്സ് വെച്ചു. അതിലൂടെ വനത്തിന്റെ വിസ്തൃതി കുറയാൻ തുടങ്ങി. അങ്ങനെ വനത്തിൽ നിന്ന് കിട്ടേണ്ട ബെനിഫിറ്റ്സും കുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ വനത്തിനെ ഇല്ലാതാക്കാതെ വനത്തിനെ സംരക്ഷിച്ച് വനത്തിലെ വന്യജീവികളെയും സംരക്ഷിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ വനം സംരക്ഷിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇതുവരെ വനത്തിനെ കുറിച്ച് പറഞ്ഞു, പലതരത്തിലുള്ള ഫോറസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു, എന്തിനത് പ്രിസർവ് ചെയ്യണം, ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അങ്ങനെ ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇൻ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, വെജിറ്റേഷൻ ഈസ് ഡോമിനേറ്റഡ് ബൈ ഗ്രാസസ് ആൻഡ് അതർ നോൺ വുഡി പ്ലാന്റ്സ് ഹാവിംഗ് few or no trees. These areas have a rainfall of about 25 to 75 centimeter per year, which is not sufficient to support a forest. Grassland ecosystem. Grassland ecosystem എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഒക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഗ്രാസ് ലാൻഡ് കേട്ടപ്പോൾ മനസ്സിലായല്ലോ, കൂടുതൽ അവിടെ ഗ്രാസ് ആണുള്ളത്, പുല്ലാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പേര് വരാൻ കാരണം ഇവിടെ കൂടുതൽ ഞാൻ പറഞ്ഞു ഈ പലതരത്തിലുള്ള അഗ്രികൾച്ചർ ഒക്കെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ മരങ്ങൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ അല്ല, ചെറിയ ചെറിയ ഫ്രൂട്ട്സ് പോലുള്ള അങ്ങനെയുള്ള അഗ്രികൾച്ചർ നടക്കും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വെജിറ്റേഷൻ നടത്തുന്നതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പുല്ലുണ്ടായിരിക്കും അല്ലേ, ഗ്രാസസ് ഒരുപാട് ഉണ്ടായിരിക്കും. അങ്ങനെ ലോട്ട്സ് ഓഫ് ഗ്രാസസ് അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു വെജിറ്റേഷൻ ആ ഒരു ടൈപ്പ് ഓഫ് ഏരിയയിൽ 25 to 75 സെൻറ്റിമീറ്റർ റെയിൻഫാൾ മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ. അതായത് കമ്പാരിറ്റീവ്ലി മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോറസ്റ്റ് ഉണ്ടാവത്തില്ല, ഫോറസ്റ്റിലെ പോലെ ഒരുപാട് മരങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഒരുപാട് വെജിറ്റേഷൻ ഫീൽഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ ചെറിയ ചെറിയ മുന്തിരിത്തോട്ടം നമ്മൾ കാണുകയാണെന്ന് വെച്ചോ, മുന്തിരിത്തോട്ടമൊക്കെ കാണുവാണെങ്കിൽ ഈ മുന്തിരിത്തോട്ടം അവർ ഏക്കർ കണക്കിനാണ് ഈ ഒരു തോട്ടം റെഡിയാക്കി വച്ചിട്ടുള്ളത് ഈ ഫാർമേഴ്സ്. അതിൻ്റെ ഇടയിൽ മേ ബി നമുക്കൊരു മരം പോലും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ മരം ഇല്ലായിരിക്കും. ഓക്കെ, ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മരം നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ഒന്നോ രണ്ടോ മരം കണ്ടാലായി, അല്ലെങ്കിൽ മരം ഇല്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മേ ബി നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചേക്കാം ഫ്യൂ ട്രീസ് അല്ലെങ്കിൽ ഒരു ട്രീസും ഇല്ലാത്ത എക്കോസിസ്റ്റം ഏതാണ്, അതേതാണ് നമ്മളുടെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ്. പിന്നെ വേറൊരു എക്കോസിസ്റ്റം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്, മറൈൻ എക്കോസിസ്റ്റം അല്ലെങ്കിൽ സമുദ്രത്തിൽ മരമില്ലല്ലോ. ഓക്കെ, അപ്പോൾ വെജിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് മരമില്ലാത്ത ഒരു എക്കോസിസ്റ്റമാണ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതോ പറഞ്ഞു തന്നെ തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിൽ ഈ ഒരു ക്രോപ്പ് ഫീൽഡിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഒരുപാട് ഏക്കറോളം
പ്ലേസിലായിരിക്കും ഈ ഒരു വെജിറ്റേഷൻ കൾട്ടിവേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു മരം പോലും മേ ബി കാണാൻ പറ്റില്ല. കാരണം ആ ഒരു പ്ലേസ് അങ്ങനെയാണ്, മരമൊന്നും ഇല്ലാത്ത. അവർ ചില പ്ലേസിൽ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതായിരിക്കാം, എങ്കിലും മോസ്റ്റ് ഓഫ് ദ പ്ലേസസിൽ നമുക്ക് മരങ്ങൾ കാണാൻ പറ്റില്ല. ആക്ച്വലി അവിടെ ഇല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ഒരു 10-20 ഏക്കറിൻ്റെ അപ്പുറം വരെയുള്ള സ്പോട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണാൻ പറ്റും. കാരണം പൊക്കമുള്ള മരങ്ങൾ അതിൻ്റെ ഇടയിലില്ല. സോ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ അതിൻ്റെ അടിയിൽ തന്നെ ഇവർ ഈ കൾട്ടിവേഷൻ നടത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഗ്രാസസ് ഉണ്ടാവും, അല്ലേ? ഗ്രാസസ് ഉണ്ടാവും. അതുപോലെ ഇപ്പം നമ്മളുടെ കേരളത്തിലെടുത്താൽ നമ്മളുടെ എവിടെയും വെജിറ്റേഷൻ ഫീൽഡുകളുണ്ട്. പിന്നെ വയൽ, നെൽകൃഷിയൊക്കെ നടത്തുന്ന വയൽ, അവിടെ എന്തുകൊണ്ടാണ് ഒരു ട്രീ ഇല്ലാത്തത്? നമ്മൾ നെൽകൃഷിയൊക്കെ ഉള്ള സ്പോട്ടിൽ പോയാൽ കാണാൻ പറ്റും. ഇപ്പം പാലക്കാട് ഏരിയയിലൊക്കെ നല്ല സൂപ്പർ നെൽകൃഷിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ വളരെ ലെങ്തി പ്ലേസ് ഈ ഓരോ കൾട്ടിവേഷൻ നടക്കുകയായിരിക്കും. ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് മരങ്ങളെ കാണാൻ പറ്റില്ല. കാരണം അതൊരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണ്. അവിടെ മരങ്ങൾ നിൽക്കില്ല, അതിനുള്ള ഒരു സോയിലൊന്നും അല്ല അവിടെ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലെ ഓർഗാനിസംസ് വരുന്ന ഏതാണ്? ഈ പശു, ആട്, ഇങ്ങനെയുള്ള അനിമൽസ് ഒക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്. കാരണം പശുക്കൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വെജിറ്റേഷൻ ആയിട്ടുള്ള ആട്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഫുഡ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. കാരണം ഫാർമേഴ്സ് എന്ത് ചെയ്യും, രാവിലെ ആകുമ്പോൾ പശുവിനെ, ആടിനെയൊക്കെ ഈ ഒരു പുല്ല് തിന്നാനായിട്ട് രാവിലെ കൊണ്ട് അവിടെ നിർത്തും. അപ്പോൾ അവർക്ക് ഫുഡായില്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു പോർഷൻ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഇമ്പോർട്ടൻസ് വരുന്നത് ഈ മൃഗങ്ങൾക്കൊക്കെ പുല്ല് കഴിച്ചു അതിലൂടെ ഭക്ഷണം അവർക്ക് കിട്ടും. ഓക്കെ, ഓൾസോ അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാസിൽ നിന്ന് സോയിലോട്ട് ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ ഇറങ്ങും അവിടെ കൾട്ടിവേഷൻ ഒക്കെ നടത്തുന്നതുകൊണ്ട്. അതുകൊണ്ട് നല്ല വളം, ഒരുപാട് പ്രോട്ടീനൊക്കെ ഉള്ള സോയിലായിരിക്കും ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസർട്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. ഡിസർട്ട് എക്കോസിസ്റ്റം പറഞ്ഞപ്പോഴും മനസ്സിലായി കാണുമല്ലോ എന്തിനെ കുറിച്ചാണ്? ഡിസർട്ടിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ പോയി നോക്കുമ്പോൾ മരുഭൂമി എന്താണ്, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് കിടക്കുമായിരിക്കും, അല്ലേ? ഹിൽസ് പോലെ. പക്ഷെ അതിൽ ഒരു മരവോ ഒന്നും അങ്ങനെ അധികം ഉണ്ടാവില്ല, മണൽത്തരികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരുപാട് സ്പേസിൽ അത് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ആ ഒരു ഡിസർട്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഡിസർട്ട് എക്കോസിസ്റ്റം, അതും ഒരു എക്കോസിസ്റ്റമാണ്. കാരണം ആ ഒരു ഡിസർട്ടിൽ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു എക്കോസിസ്റ്റമാണ്. These are the areas which have less than 25 centimeter of annual rainfall. ഡിസർട്ടിൽ എന്ന് പറയുമ്പോൾ മഴയില്ല, ഉണ്ടെങ്കിൽ തന്നെ വല്ലപ്പോഴും പെയ്താലേ ഉള്ളൂ. 25 സെന്റിമീറ്ററിൽ കുറവായിരിക്കും പ്രതിവർഷം പെയ്യുന്ന മഴ, അത്രയ്ക്കും കുറവാണ്. ഇൻ ദ ടെമ്പറേറ്റ് റീജിയൻസ് ഡിസർട്ട് ആർ ഇൻ ഏരിയാസ് വിച്ച് ആർ ബ്ലോക്ക്ഡ് ബൈ മൗണ്ടെയിൻസ് ഫ്രം മോയ്സ്ചറൈസർ ഓഫ് സീ ആൻഡ് there is very little rainfall in such areas, also marked by wide fluctuations in the temperature. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെസർട്ടിൽ എന്ന് പറയുമ്പോൾ മഴയില്ല, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഇല്ല, ഈ ബ്ലോക്ക് ആയിരിക്കുകയാണ്, ഈ പ്രകൃതിയുടെ റിവേഴ്സ് ഒന്നും അതുവഴി ഒഴുകുന്നില്ല. അങ്ങനെയാണ് ആ ഒരു കുറേ പ്ലേസ് ഡെസർട്ടായി മാറിയത്. ഹിയർ പെനീരിയൽ പ്ലാന്റ്സ് ലൈക്ക് ക്രിയോസോട്ട് ബഷ്, കാക്ടസ്, ഫെറോ കാക്ടസ് ആൻഡ് സ്പ്രഞ്ചസ് ആർ ഫൗണ്ട്. അപ്പോൾ ഇവിടെ മരുഭൂമിയിൽ മാത്രം വളരുന്ന ചില മുൾച്ചെടികളും അല്ലെങ്കിൽ ഈന്തപ്പഴം അങ്ങനെയുള്ളതൊക്കെ കൂടുതലും കള്ളിമുള്ളു ചെടികളൊക്കെ കൂടുതലും ഈ ഒരു ഡിസർട്ടിലാണ് വളരുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിൻ്റെയൊക്കെ എക്കോസിസ്റ്റം ഡിസർട്ടാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? ഓൾസോ animals such as camel are used to live in dry areas with periodical അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ അവിടെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അനിമൽ ഏതാണ്? ക്യാമലാണ്, അല്ലേ? ഒട്ടകമാണ് ഡെസേർട്ടിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അനിമൽ. ഇത്രയേ ഉള്ളൂ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയാൻ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്താണ്? അക്വ എന്ന പേര് കേട്ടപ്പോൾ മേ ബി മനസ്സിലായി കാണും, വെള്ളം, വാട്ടർ ആയിട്ടുള്ള ഈ ഒരു ജലത്തിൻ്റെ എക്കോസിസ്റ്റം. അപ്പോൾ ജലത്തിലുള്ള ഓർഗാനിസംസ് എന്താണ്? ഒരുപാട് ഫിഷസ് ഉണ്ട്, പിന്നെ എന്താണ് ഒരുപാട് ചെറിയ ചെറിയ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വെള്ളത്തിൽ വളരുന്ന ഓർഗാനിസംസ് ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എക്കോസിസ്റ്റം ആണ്
അക്വാട്ടിക് എക്കോസിസ്റ്റം. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. About 3/4 of the earth surface is covered with water, fresh water and saline water. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോകത്തെ അല്ലെങ്കിൽ ഈ ഒരു എർത്തിലെ നല്ലൊരു പോർഷനും എർത്തിന്റെ 3%, അതായത് എർത്തിന്റെ 3/4% വെള്ളമാണ് കവറായിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള 15% മനുഷ്യർ ജീവിക്കുന്നത്, ഫോറസ്റ്റും മറ്റു ഓർഗാനിസംസ് ഒക്കെ ബാക്കിയുള്ള ആ ഒരു 1/4% ജീവിക്കുന്നത്. ബാക്കി 3/4% വെള്ളമാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വെള്ളം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വെള്ളം ഉണ്ടല്ലേ. ഫ്രഷ് വാട്ടർ ഉണ്ട്, സലൈൻ വാട്ടർ ഉണ്ട്. കടലിലുള്ള വെള്ളം എന്താണ്? ഉപ്പ് വെള്ളമാണ്. നമുക്ക് കിട്ടുന്ന ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. Aquatic ecosystems are categorized as freshwater ecosystem including lakes, ponds, pools, streams and rivers, marine ecosystem including shallow seas and ocean, and brackish water ecosystem including estuaries, mangrove swamps and forest. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ഒരു എർത്തിലെ 3% വെള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്വാട്ടിക് എക്കോസിസ്റ്റം, ഈ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വരുന്നത് എന്താണ്? ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. അതായത് വളരെ ചെറിയൊരു എക്കോസിസ്റ്റം ആയിരിക്കും ഫ്രഷ് വാട്ടർ. നമുക്ക് കിട്ടുന്ന ഫ്രഷ് വാട്ടർ വളരെ കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഒരു തരം വെള്ളമുണ്ട്, ഫ്രഷ് വാട്ടർ. രണ്ടാമത് വരുന്ന ഒരു വെള്ളമാണ് മറൈൻ എക്കോസിസ്റ്റം. മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഓഷ്യനിലെ ഉപ്പുവെള്ളം രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ്. മൂന്നാമത് വരുന്നത് ബ്രാക്കിഷ് വാട്ടർ. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ ഈ വേളി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അറിയത്തില്ല. വേളി എന്നുള്ള ഒരു സ്പോട്ട് ഉണ്ട്, ടൂറിസ്റ്റ് വില്ലേജ് ആണ്. അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് തിരുവനന്തപുരത്തുള്ള. അവിടെയുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ കായലും കടലും കൂടെ ഒന്നിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്പോട്ടുകൾ പല ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും. അതായത് കായലും കടലും കൂടി ഒന്നിക്കുന്ന ആ ഒരു സ്പോട്ട്. ഈ കായലിന്റെ വെള്ളം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫ്രഷ് വാട്ടർ പോയിട്ടുള്ള ഒരു, അതായത് ഉപ്പ് വെള്ളമല്ല. കടലിലാണെങ്കിലോ ഉപ്പ് വെള്ളമാണ്. അപ്പൊ ഈ 2 വെള്ളവും കൂടെ ജോയിൻ ആവുന്ന ആ ഒരു സ്പോട്ടിൽ അതിന്റെ ഇടയിൽ വരുന്ന വെള്ളം എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആയ വെള്ളമായിരിക്കും. ഉപ്പും കാണും, അതുപോലെ ഫ്രഷും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള 2 കമ്പോണൻസ് കൂടെ ചേർന്ന് അതിന്റെ ഇടയിൽ വരുന്ന വെള്ളത്തിനെയാണ് ബ്രാക്കിഷ് വാട്ടർ അല്ലെങ്കിൽ ബ്രാക്കിഷ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് വെള്ളത്തിനെ കുറിച്ച് നമ്മൾ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് aquatic organismsനെ കുറിച്ചാണ്. Aquatic organism includes species of aquatic animals, plants including fish, marine fish and marine organisms. അക്വാട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ വളരുന്ന ജീവികളെയാണ് അക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അത് ഫിഷ് ആവാം, ചെറിയ ചെറിയ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആവാം, അനിമൽസ് ആവാം, മറ്റ് മൈക്രോ ഓർഗാനിസംസ് ആവാം. അങ്ങനെ ലോട്ട്സ് ഓഫ് ഓർഗാനിസംസ് നമ്മളുടെ അക്വാട്ടിക് റീജിയനിൽ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്നുണ്ട്. അതിനെ പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് വരുന്ന ഇത് പല കാറ്റഗറി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ജീവികൾക്കും ഈ എല്ലാ വെള്ളത്തിലും ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ചില ജീവികൾക്ക് ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ പറ്റുള്ളൂ, ചില ജീവികൾക്ക് കടലിലെ ഉപ്പ് വെള്ളത്തിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പല തരം ജീവികളെ അക്വാട്ടിക് ഓർഗാനിസംസ് ആണെങ്കിലും അവരെയും പല രീതിയിൽ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ആ ഒരു കാറ്റഗറി നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓർഗാനിസം വരുന്നത് ന്യൂസ്റ്റൺ ഓർഗാനിസം. These organisms live on top of the air-water interface or just beneath the air-water interface and get food within water including water, stridés, spiders, protozoans, snails, etc. അപ്പോൾ വെള്ളത്തിന്റെ ആ ഒരു മുകൾ തട്ടിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിനെയാണ് ന്യൂസ്റ്റോൺ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ ഇതാണ് വരുന്നത്. മേ ബി നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ഓർഗാനിസംസ് ഒക്കെ വെള്ളത്തിന്റെ മുകളിലൂടെ പതിയെ നീന്തിപ്പോയി. ഇപ്പോൾ മുതലൊക്കെ എടുത്താൽ വെള്ളത്തിന്റെ മുകളിലൂടെ പോകുന്നുണ്ടായിരിക്കും. കാരണം എന്താണ്? അതിന് ഈ വെള്ളത്തിന്റെ മുകളിൽ വരുന്ന ചില ഓർഗാനിസത്തിന് അതിന് കിട്ടുന്നുണ്ട് മുതലൊക്കെ, അല്ലേ? അങ്ങനെ വരുന്ന ഓർഗാനിസത്തിനെയാണ് ന്യൂസ്റ്റൺ ഓർഗാനിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി periphyton organism. These organisms remain attached or clinging to plants and other objects above the bottom sediments. ഈ ഓർഗാനിസം പറയുമ്പോൾ ഈ വെള്ളത്തിന്റെ, അതിപ്പോൾ കടലായിക്കോട്ടെ, കായലായിക്കോട്ടെ, പോൺസ് ആയിക്കോട്ടെ, ലേക്ക് ആയിക്കോട്ടെ, റിവേഴ്സ് ആയിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് വാട്ടർ റിസർവിയർ ആണെങ്കിലും അതിന്റെ ബോട്ടമിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ. ആ ഒരു പ്ലാന്റ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ്
പെരിഫൈറ്റൻ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്ലാങ്ക്ടൺ എന്നുള്ള ഓർഗാനിസംസ് ആണ്. പ്ലാങ്ക്ടൺ അത് ഞാൻ പറയുന്നത് ഓർഗാനിസംസ് കാറ്റഗറി ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അണ്ടറിൽ പലതരത്തിലുള്ള ജീവികളും വരാം കേട്ടോ. എന്താണ് പ്ലാങ്ക്ടൺ? Plankton live in large bodies of water and are unable to swim. These include microscopic plants, algae, protozoans, bacteria, etc. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എനി ടൈപ്പ് ഓഫ് വാട്ടർ റിസർവിയേഴ്സ് ആണെങ്കിലും അതിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് ഈ ഒരു പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് അനേബിൾ ടു സ്വിം, ഇതിന് നീന്താനുള്ള കഴിവൊന്നുമില്ല. ബട്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആൽഗെ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വരുന്ന. അപ്പോൾ പ്ലാന്റ്സ് എന്താണ്, ഈ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അത് വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ അതിന് നീന്താനായിട്ട് പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള അല്ലെങ്കിൽ ആൽഗയൊക്കെ എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്, അതിൽ ജീവിക്കാനേ പറ്റുള്ളൂ, ഈ ഒരു അക്വാട്ടിക് റീജിയനിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് സ്വിം ചെയ്യാനായിട്ട് പറ്റില്ല, നീന്താനായിട്ട് പറ്റില്ല. അങ്ങനെ നീന്താൻ കഴിവില്ലാത്ത വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്, പ്ലാങ്ക്ടൺ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നെക്ടോൺ. നെക്ടോൺ ആർ അക്വാട്ടിക് അനിമൽസ് ഏബിൾ ടു സ്വിം ആൻഡ് മൂവ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് വാട്ടർ കറന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ റിസർവിയേഴ്സ് ഉണ്ട്, അതിൽ ഒരു ടൈപ്പാണ് ഓഷ്യൻ. ഓക്കെ, അപ്പൊ ഓഷ്യൻ അങ്ങനെയുള്ള വലിയ വലിയ അക്വാട്ടിക് റിസർവിയേഴ്സ്, അക്വാട്ടിക് എക്കോസിസ്റ്റത്തില് ജീവിക്കുന്ന, സ്വിം ചെയ്യാൻ പറ്റുന്ന, നീന്താൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് നെക്ടോൺ ടൈപ്പിൽ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ എക്സാമ്പിൾ എടുത്ത ഏതാണ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷാർക്ക്, ഡോൾഫിൻ, ഇതെല്ലാം ഈ ഒരു വെള്ളത്തിൽ നീന്താൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് അല്ലേ. അങ്ങനെയുള്ള നീന്താൻ കഴിവുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസിനെയാണ് നെക്ടോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബെന്തോസ്. ബെന്തോസ് ആർ ഫൗണ്ട് ഓൺ ദ ബോട്ടം സെഡിമെന്റ്സ് ഓഫ് എ വാട്ടർ മാസ്. ദീസ് ഓർഗാനിസംസ് ഹാവ് എ ലാർജ് വെറൈറ്റി ഓഫ് അഡാപ്റ്റേഷൻസ് ടു എൻവയോൺമെന്റ്. അപ്പോൾ ബെന്തോസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, റിവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോൺസ് ആയിക്കോട്ടെ, ഓഷൻസ് ആയിക്കോട്ടെ, ലേക്സ് ആയിക്കോട്ടെ, അങ്ങനെ എനി ടൈപ്പ് ഓഫ് വാട്ടർ റിസർവിയേഴ്സ് ആയിക്കോട്ടെ, ബട്ട് അതിൻ്റെ ബോട്ടമിലുള്ള സെഡിമെന്റ്സിൽ, ഇപ്പോൾ ഉള്ള ചെറിയ ചെറിയ പാറയുടെ പോലുള്ള സെഡിമെന്റ്സിലൊക്കെ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഓർഗാനിസംസ് ആണ് ബെന്തോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സീ ക്രൂയിഡ്സ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, കോറൽസ്, ഇങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഇതാണ് ഓരോ പ്രത്യേകത ഉള്ളത്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് കാറ്റഗറി പറഞ്ഞു, വെള്ളത്തിൽ നീന്താൻ കഴിവുള്ള കാറ്റഗറികളെ പറഞ്ഞു, നീന്താൻ കഴിവില്ലാത്ത കാറ്റഗറി പറഞ്ഞു, പിന്നെ വെള്ളത്തിന്റെ മുകളിൽ മാത്രം കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ജീവിച്ചു പോകുന്ന ഓർഗാനിസംസ്, വെള്ളത്തിനടിയിൽ ഉള്ള പ്ലാന്റ്സിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഓർഗാനിസത്തിനെ കുറിച്ച് പഠിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അടുത്ത് പറഞ്ഞിട്ടുള്ളത് ബയോട്ട ഓഫ് റിവേഴ്സ് എന്നുള്ള ഒരു സെക്ഷനാണ്. നമ്മൾ ലേക്കിനെ കുറിച്ച് പറഞ്ഞു. ലേക്ക് എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നതായിരിക്കും അല്ലേ. ലേക്കും അതുപോലെ പോൺസിലെ വെള്ളമൊക്കെ എപ്പോഴും കെട്ടിക്കിടക്കുമായിരിക്കും. അതുപോലെ എന്താണ്, ഒഴുകുന്ന വെള്ളം വരുന്നതാണ് റിവേഴ്സ്. അപ്പോൾ റിവേഴ്സിന്റെ ബയോട്ട എടുത്താൽ ഈ റിവേഴ്സിന്റെ ആ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ റിവേഴ്സിന്റെ ആസ്പദമാക്കി ജീവിക്കുന്ന ഒരുപാട് അനിമൽസും അല്ലെങ്കിൽ പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. അല്ല, അനിമൽസ് എടുത്താൽ ഇൻ ദ ഓപ്പൺ റോക്ക് സർഫസ് ഹാബിറ്റസ് ദൂസ് organisms are found who are capable of staying in the place, including freshwater limpet larvae, freshwater sponges, etc. അപ്പോൾ റിവേഴ്സൊക്കെ എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്? പാറ ഇടുക്കിന്റെ ഇടയിൽ നിന്നൊക്കെ ആയിരിക്കും ഈ അരുവികളൊക്കെ ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ എല്ലാ ഓർഗാനിസത്തിനും എല്ലായിടവും ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ മനുഷ്യനാണെങ്കിൽ പോലും അത്യാവശ്യം ആവശ്യത്തിന് ചൂടും തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു സ്ഥലത്താണെങ്കിലും ജീവിക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് തണുപ്പ് കൂടിപ്പോയാൽ നമുക്ക് അതിനുള്ള നമ്മളുടെ ബ്ലഡ് പോലും കട്ടയായി നമ്മൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. നമുക്കത് സർവൈവ് ചെയ്യാനുള്ള സാഹചര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു തണുപ്പുള്ള ഒരു രാജ്യത്ത് ജീവിച്ചാൽ പോലും നമ്മൾ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ നമ്മളുടെ ബ്ലഡൊക്കെ കട്ടയായി നമ്മൾ മരിച്ചു പോകും. അതുപോലെ തന്നെ ചൂട് ഒരുപാട് കൂടിയാലും സൂര്യാതാപമൊക്കെ വന്ന ആളുകൾ മരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എല്ലാ ആളുകൾക്കും എല്ലാ ക്ലൈമറ്റിലും ജീവിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഫ്രഷ് വാട്ടർ എടുത്താലും ഫ്രഷ് വാട്ടറിലും എല്ലാ ഓർഗാനിസത്തിനും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ആണെങ്കിൽ പോലും വെള്ളത്തിൽ പോയി മുങ്ങി നിന്ന് ജീവിക്കാൻ പറ്റുമോ? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുപോലെയാണ് ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ടൈപ്പ് ഓഫ് അനിമൽസ് ഉണ്ട്. അതാണ് ഫ്രഷ് വാട്ടർ ലിംബേറ്റ്, ലാർവേ, സ്പോഞ്ചസ്, ഇങ്ങനെ കുറച്ച് ഓർഗാനിസംസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനിമൽസ് വിച്ച് ക്യാൻ സ്വിം ആർ ഫൗണ്ട് ഇൻ ദോസ് ഏരിയസ് വെയർ ദ വാട്ടർ കറന്റ് ഇൻ നോട്ട് വെരി സ്ട്രോങ്. ഇൻ പ്ലേസസ് ഹാവിംഗ് സ്ട്രോങ് വാട്ടർ കറന്റ് ബെന്തോസ് ആർ ഫൗണ്ട്.
ഈ അനിമൽസിനെ നീന്താൻ പറ്റുന്ന അനിമൽസ് ആയിരിക്കും ഈ ഒരു റിവേഴ്സ് റിലേറ്റഡ് ആയിട്ട് റിവേഴ്സിന്റെ സൈഡിലും അല്ലെങ്കിൽ ഒറിജിൻ പ്ലേസിലൊക്കെ കൂടുതലായിട്ട് ജീവിക്കുന്നത്. ഈ സ്ഥലത്ത് ജീവിക്കണമെങ്കിലും ഇപ്പോൾ ഒരുപാട് വലിയ വാട്ടർഫാളൊക്കെ ആണെങ്കിൽ ഈ ജീവിക്ക് മേ ബി ജീവിക്കാൻ പറ്റിയെന്ന് പറ്റില്ല. കാരണം വാട്ടർഫാൾ അടിച്ചെടുത്ത് പോയി ചത്തുപോകത്തില്ലേ. സോ ഇപ്പം എല്ലാ ഓർഗാനിസത്തിനും ഇപ്പോൾ വാട്ടറിൽ ജീവിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഈ ഒരു റിവറിൻ്റെ അടുത്ത് ജീവിക്കാൻ പറ്റണമെന്ന് വരില്ല. പക്ഷെ ഈ ബെൻതോസ് അതൊരു അണ്ടർ വാട്ടറിൻ്റെ അടിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ്. അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ വാട്ടർഫാളിൻ്റെ അടുത്തും ജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അനിമൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഈ റിവേഴ്സിൻ്റെ അടുത്തൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ പ്ലാന്റ്സ് ആണ്. Only a few plants are present here, and for getting their nutrients they have to depend on organic detritus washed into the river. അപ്പൊ അനിമൽസിന് പിന്നെ നീന്തിയൊക്കെ ആണെങ്കിലും ജീവിക്കാൻ പറ്റും, പക്ഷെ പ്ലാന്റ്സിന് അങ്ങനെ പറ്റില്ല. വളരെ കയ്യിലുണ്ടാവുന്ന പ്ലാന്റ്സ് മാത്രമേ ഈ ഒരു വാട്ടർഫാളിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂ. അതും ഈ ഒരു വെള്ളത്തിൽ അതിന് റെഡിയാക്കി നിൽക്കാൻ പറ്റുന്ന പ്ലാന്റ്സിനെയൊക്കെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഈ വെള്ളം ഇത്ര സ്ട്രെങ്ത് ആയിട്ട് വരുന്ന സമയത്ത് ഒരു പ്ലാന്റിനും ഈ മണ്ണ് ഒലിച്ചു പോയാലും ഇതും ചത്തുപോകത്തില്ലേ, എന്താണ് ഈ പ്ലാന്റ്സ് ഒഴുകി പോകത്തില്ലേ. മണ്ണുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു പ്ലാന്റിന് വളർന്ന് വലുതാവാൻ പറ്റുള്ളൂ. അപ്പം മണ്ണില്ല, അവിടെ ഈ ഒരു വെള്ളം അടിച്ചെടുത്ത് സോയിൽ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പ്ലാന്റ്സിന് അവിടെ അധികം ജീവിക്കാൻ പറ്റില്ല. സോ റിവേഴ്സിന്റെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വളരെ ഫ്യൂ എമൗണ്ട് ഓഫ് പ്ലാന്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തിനാന്ന് വെച്ചാൽ ചില പ്ലാന്റ്സിന് വാട്ടറിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സുകളായിരിക്കും നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള വെള്ളത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഒന്നായിരുന്നു ഫ്രഷ് വാട്ടർ, വേറെ ഒന്ന് മറൈൻ, അതായത് ഉപ്പ് വെള്ളം, പിന്നെയുള്ള എന്താണ് ബാർക്കിഷ് വാട്ടർ. അതിൽ ഫ്രഷ് വാട്ടറിന്റെ സെക്ഷൻ നമ്മൾ പറഞ്ഞു. ഫ്രഷ് വാട്ടറിൽ വരുന്നതാണ് ലേക്ക്, പോണ്ട്, റിവേഴ്സ്, ഇതെല്ലാം വരും. ഒഴുകുന്ന വെള്ളവും കെട്ടിക്കിടക്കുന്ന വെള്ളവും എല്ലാം അതിൽ വരും. നെക്സ്റ്റ് വരുന്നത് മറൈൻ എക്കോസിസ്റ്റം ആണ്. മറൈൻ എക്കോസിസ്റ്റം എന്താണ്? ഉപ്പ് വെള്ളമായിട്ട് വരുന്നത്. ദിസ് എക്കോസിസ്റ്റംസ് ആർ ദ ലാർജസ്റ്റ് ഓഫ് ദ എർത്ത് അക്വാട്ടിക് എക്കോസിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. എർത്തിലെ അക്വാട്ടിക് എൻവയോൺമെന്റിലെ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിലെ അക്വാട്ടിക് ആയിട്ടുള്ള വെള്ളത്തിലെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? മറൈൻ എക്കോസിസ്റ്റം ആണ് വരുന്നത്. മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ സമുദ്ര ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കടൽ റിലേറ്റഡ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ് മറൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ മറൈൻ ആർമി എന്നൊക്കെ മറൈൻ നേവി ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. എന്താണ് അത്? അത് സമുദ്രം റിലേറ്റഡ് ആയിട്ടുള്ള ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള നേവിയാണ്. ഓക്കെ, അപ്പൊ ഇത് ഉപ്പുവെള്ളമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ എർത്തിലെ വാട്ടറിന്റെ കണക്കെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്വാണ്ടിറ്റിയിൽ വെള്ളം വരുന്ന ഒന്നാണ് മറൈൻ എക്കോസിസ്റ്റം. കാരണം നമ്മളുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള എന്താണ്? ഓഷ്യനാണ്. ഓഷ്യനാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഷൻ ആയതുകൊണ്ട് തന്നെ ഓഷ്യന്റെ വെള്ളമായിട്ടുള്ള ഉപ്പ് വെള്ളമായിരിക്കും കൂടുതലായിട്ടുള്ള വെള്ളത്തിന്റെ സെക്ഷനിൽ വരുന്നത്. സോ ഈ ഒരു മറൈൻ എക്കോസിസ്റ്റം ആണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഇസ് വാട്സ് ഹാവ് ഹൈ സോൾട്ട് കണ്ടന്റ്. അപ്പൊ ഇതിൽ വെള്ളത്തിന് ഏറ്റവും നല്ല കൂടിയ രീതിയിൽ സാൾട്ട് കണ്ടന്റ് ഉണ്ടായിരിക്കും, ഉപ്പ് രസം ഉണ്ടായിരിക്കും. അതിൽ വെള്ളത്തിൽ 27% സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, സോഡിയം എന്ന് പറയുമ്പോൾ ഉപ്പാണല്ലോ, അപ്പൊ ഉപ്പിന്റെ അംശം വെള്ളത്തിൽ 27% മുകളിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കടലിലെ വെള്ളം രുചിച്ച് നോക്കിയാൽ ഉപ്പ് രസമായിരിക്കുമല്ലോ. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ളത് ബയോട്ട ഓഫ് ഓഷ്യൻസ്. നമ്മൾ മറൈൻ എക്കോസിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ 3 ടൈപ്പ് എക്കോസിസ്റ്റം വെള്ളത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഫ്രഷ് വാട്ടർ, മറൈൻ, അതുപോലെ ബാർക്കിഷ്. ഇതിന്റെ അണ്ടറിൽ നമുക്ക് പിന്നെയും കാറ്റഗറി പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ പറ്റുന്ന അനിമൽസ് ഏതാണ്, പ്ലാന്റ്സ് ഏതാണ്, ഓർഗാനിസംസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മറൈൻ എക്കോസിസ്റ്റത്തിന്റെ അണ്ടറിൽ ജീവിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഉണ്ടോ, അനിമൽസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നോക്കുമ്പോൾ every major groups of animals and algae may be found somewhere in the sea bearing vascular plants and insects. അപ്പോൾ ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഉള്ള ഒരു സ്ഥലമല്ല. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്ക് ഓഷ്യൻസിൽ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അനിമൽസും കാണാൻ പറ്റില്ല. കാരണം ഓഷ്യൻ എന്ന് പറയുമ്പോൾ നീന്തുന്ന ഓർഗാനിസത്തിന്, നീന്താൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് നമുക്ക് സമുദ്രത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മറൈൻ എക്കോസിസ്റ്റംസ് ഹാവ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ഫോളോയിങ് സോൺസ്. ഈ മറൈൻ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സമുദ്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റം ആണ് അല്ലേ. അതിനെ
പല സോണായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വരുന്നത് ലിറ്ററൽ സോൺ എന്നാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്നൊരു ഡയഗ്രാം പോലെ വരച്ച് കാണിച്ചുതരാം, എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഓഷ്യൻ ഇപ്പം ഇങ്ങനെയാണ് ഒരു ഓഷ്യൻ, ഈ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓഷ്യൻ കിടക്കുന്നത്. ഓക്കെ, ഇതാണ് തിര, അതായത് ഇങ്ങനെ തിര അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതില് ലിറ്ററൽ സോൺ എന്നുള്ള ഒരു സോൺ വരും. ലിറ്ററൽ സോണാണ് ഇത്. ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷോറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ലിറ്ററൽ സോൺ. Is that part of the sea which is near to its shore? Such a zone has violent waves and tides. നമ്മളുടെ തിര അടിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, കടലിന്റെ ആ ഒരു ടോപ്പ് പോർഷൻ തിര അടിക്കുന്ന സ്ഥലമാണ് ലിറ്ററൽ സോണിൽ വരുന്നത്. ഈ ലിറ്ററൽ സോണിൽ എന്ന് പറയുമ്പോൾ കയറ്റവും ഇറക്കവും, തിരയുടെ കയറ്റവും എടുക്കവും ഡെൻസിറ്റി ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഇത് എപ്പോഴും ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ഡേഞ്ചറാണ്. നമ്മൾ മേ ബി തിരയിൽ പോയി നിന്നാൽ നമ്മളെ വലിച്ചെടുത്തോണ്ട് പോകത്തില്ലേ, അത് അവരുടെ ഡെൻസിറ്റി കാരണമാണ്. അപ്പോൾ ആ ഒരു സോണാണ്, ആ ഒരു തിര അടിക്കുന്ന ഈ ഒരു സോണാണ് ലിറ്ററൽ സോൺ. രണ്ടാമത് വരുന്ന സോണാണ് നെട്രിക് ഓഷ്യാനിക് സോൺ. നെട്രിക് ഓഷ്യാനിക് സോൺ ഈസ് എ സോൺ വേർ ദ സൺലൈറ്റ് റീച്ചസ് ദ ഓഷ്യൻ ഫ്ലോർ ആൻഡ് ദ വാട്ടർ ഈസ് നോട്ട് ഡീപ്പ്. അപ്പം നമ്മൾ പറഞ്ഞ തിരയടിക്കുന്ന സോണാണ് ലിറ്ററൽ സോൺ എന്ന്. ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇതായിരിക്കുകയാണ് സണ്ണിരുന്നിട്ട് ഇതിന്റെ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുകയാണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഇപ്പൊ സൂര്യപ്രകാശം ഒരു പരിധിക്ക് കൂടുതൽ അടിച്ച് പോകത്തില്ല. ഇപ്പോൾ ഇപ്പൊ ഒരുപാട് ആഴത്തിലോട്ട് ഈ സൂര്യപ്രകാശം ഇറങ്ങി പോകത്തില്ല. ഒരു പരിധി വരെ സൂര്യപ്രകാശം ഈ ഒരു ഭൂമിയിൽ എത്തത്തുള്ളൂ. നമ്മുടെ ഭൂമിയും കഴിഞ്ഞ് ഒരുപാട് ആഴത്തിലാണ് ഈ ഒരു ഓഷ്യൻ കിടക്കുന്നത് അല്ലേ. ഓഷ്യൻ ഒരുപാട് ആഴത്തിലാണ് കിടക്കുന്നത്. അപ്പൊ സൂര്യന്റെ വെട്ടം അടിക്കുകയാണ്. സൂര്യന്റെ വെട്ടം അടിക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യന്റെ വെട്ടം അടിക്കുമ്പോൾ ഇതുവരെ എത്തത്തില്ല. ഇതാണ് ബോട്ടം. ഓക്കെ, അപ്പൊ ഇതുവരെ ഈ സൂര്യന്റെ വെട്ടം അടിക്കത്തില്ല, കാരണം ഇത് ഒരുപാട് ആഴത്തിലാണ്. അപ്പൊ സൂര്യൻ ഇങ്ങനെ വെട്ടം അടിക്കുമ്പോൾ ഇത് എവിടെയൊക്കെ വെട്ടം അടിക്കും, ഈ ഒരു ഫ്ലോറിലൊക്കെ, ഈ ഒരു ബോട്ടത്തിലൊക്കെ. ഇതെല്ലാം ബോട്ടമാണ് ഓഷ്യന്റെ. അപ്പൊ ഈ ഒരു ബോട്ടത്തിലൊക്കെ സൂര്യന്റെ വെട്ടം ഇങ്ങനെ അടിക്കും. ഇത് എവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ സൂര്യന്റെ വെട്ടം ഇവിടെ അടിക്കുന്നുണ്ട്. ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന ഈ ഒരു ബോട്ടം, ഈ ഒരു ഇത്രയും സോണിനെയാണ് നെർട്ടിക് ഓഷ്യാനിക് സോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പെലാഗിക് സോൺ ആണ്. ദ പെലാഗിക് റീജിയൻ കംപ്രൈസസ് ഓഫ് അബൌട്ട് 90% ഓഫ് ടോട്ടൽ ഓഷ്യൻ. ഈസ് ലെസ് റിച്ച് ഇൻ സ്പീഷീസ് ആൻഡ് നമ്പേഴ്സ് ഓഫ് ഓർഗാനിസം. പെലാജിക് സോൺ എന്ന് പറയുന്നതാണ് ഈ ഒരു ഓഷ്യനിലെ 90% വരുന്നത് പെലാജിക് സോൺ ആണ്. പെലാജിക് സോൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർഗാനിസംസ് ഒന്നും ഇല്ലാതെ, ലിവിങ് ഓർഗാനിസംസ് ഒന്നും ഇല്ലാതെ വരുന്ന ഇടയ്ക്ക് വരുന്ന ഒരു പോർഷനാണ് പെലാജിക് സോൺ. ഇതാണ് ഈ ഒരു ഓഷ്യന്റെ 90% ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പെലാജിക് സോൺ. ഇതാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കുക, ഈ ഒരു കാറ്റഗറിയിൽ ഈ 4 ഇതിൽ വരുന്നതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പോർഷൻ എടുത്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സ്പേസ് എടുത്തിട്ടുള്ളത്? ഈ ഒരു സ്ഥലമാണല്ലോ. ഇതാണ് പെലാഗിക് സോൺ എന്ന് പറയുന്നത്. ഈ പെലാഗിക് സോണിൽ സൂര്യന്റെ വെട്ടം അടിക്കത്തില്ല, കാരണം ഇത്ര ഇറക്കത്തിൽ സൂര്യന്റെ വെട്ടം വരില്ല. വേറെ ഓർഗാനിസംസ് ഇല്ല. ഓർഗാനിസംസ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അവിടെ സൂര്യന്റെ പ്രകാശം വരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ഓർഗാനിസംസ് ഒന്നും ഇല്ലാത്തത്. അതാണ് ഈ ഒരു കടലിന്റെ 90% വരുന്നത് പെലാഗിക് സോൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് സോൺ ബെന്തിക് സോൺ ആണ്. ബെന്തിക് സോൺ എന്ന് പറയുമ്പോൾ കടലിന്റെ ഏറ്റവും താഴെയുള്ള ഈ ഒരു ബോട്ടം, ഇതാണ് ബെന്തിക് സോൺ. അപ്പം നമ്മൾ 4 തരത്തിലുള്ള സോണാണ് കടലിനെ കുറിച്ച് പഠിച്ചത്. 4 ടൈപ്പ് സോണ് കടലിലുണ്ട്. ഒന്നാമത്തെ സോണ് ലിറ്ററൽ സോണ്. ലിറ്ററൽ സോണിൽ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സോണാണ് ലിറ്ററൽ സോണ്. രണ്ടാമത്തെ സോൺ ഏതാണ്? നെർട്ടിക് ഓർഗാനിക് സോൺ. നെർട്ടിക് ഓർഗാനിക് സോണിൽ ഇങ്ങനെ സൂര്യന്റെ വെട്ടം അടിക്കുമ്പോൾ ഓഷ്യനിൽ എന്ത് സംഭവിക്കും? ഓഷ്യന്റെ ബോട്ടത്തിൽ വെട്ടം ചെല്ലുന്ന പോർഷനാണ് നെർട്ടിക് ഓഷ്യനിക് സോണ്. പിന്നെ വരുന്നതാണ് പെലാഗിക് സോൺ. പെലാഗിക് സോൺ എന്ന് പറയുമ്പോൾ സൂര്യന്റെ വെട്ടവും ചെല്ലത്തില്ല, പക്ഷെ ബോട്ടവും ഇല്ല. ബോട്ടത്തിന്റെ തൊട്ട് മുന്നേ ഉള്ള സോണാണ് പെലാഗിക് സോൺ. അതാണ് കടലിന്റെ 90% വരുന്നത്. ലാസ്റ്റ് സോൺ ഏതാണ്? ബെന്തിക് സോൺ. ബെന്തിക് സോണാണ് കടലിന്റെ ഓഷ്യന്റെ ഏറ്റവും അടിത്തട്ട്, ബോട്ടോ ആണ് ബെന്തിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഏതാണ്? ലേക്ക്, റിവേഴ്സിനെ കുറിച്ച് പഠിച്ചു. മറൈൻ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഓഷ്യനെ കുറിച്ചും പഠിച്ചു. നെക്സ്റ്റ് വരുന്ന വെള്ളത്തിന്റെ എക്കോസിസ്റ്റത്തിൽ മൂന്നാമത് വരുന്ന ഏതാണ് നമ്മൾ പറഞ്ഞത്? ഒരു
ബ്രാക്കിഷ് വാട്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാക്കിഷ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കടലും ഈ ഒരു ഫ്രഷ് വാട്ടറൊക്കെ ആയിട്ട് ചേരുന്ന ആ ഒരു പോർഷനിൽ വരുന്ന വെള്ളത്തിനെയാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് എസ്റ്റുവാരിസ് എന്നുള്ള ഒരു പോർഷൻ. Estuary is the wide part of a river at the place where it joins the sea. In the end, all rivers and lakes flow in the sea, but some rivers develop into a specialized zone before joining the sea, which is called estuary. ഓക്കെ, അതിപ്പോൾ നമ്മളുടെ ഭൂമിയിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും, മഴ പെയ്താണെങ്കിലും എത്ര വെള്ളം ഉണ്ടെങ്കിലും അതിങ്ങനെ ലാസ്റ്റ് ഒഴുകിയൊക്കെ ചെന്ന് കടലിൽ ചെന്ന് ചേരും, ഓഷ്യനിൽ തന്നെ ചെന്ന് ചേരും. അത് മേ ബി ചുമ്മാ അരുവിയായിട്ടൊക്കെ ചുമ്മാ കയറിയേക്കാം, വലിയ കുഴപ്പമില്ലാതെ ചെന്ന് കയറിയേക്കാം. പക്ഷെ ചില കായലുകൾ അല്ലെങ്കിൽ വലിയ വലിയ റിവേഴ്സ്, കൂടുതൽ കായലുകളാണ് നമുക്ക് കടലുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോർഷൻ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പൊഴി എന്നാണ് ആ ഒരു പോർഷനെ പറയുന്നത്. നമ്മളെ മലയാളത്തിൽ പൊഴിക്കര എന്ന് പറയും. പൊഴിക്കര എന്ന് പറയുമ്പോൾ എന്താണ്? കടലും കായലൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? കടലിന്റെ വെള്ളം ഉപ്പ് വെള്ളമായിരിക്കും, കായലിന്റെ വെള്ളം ഫ്രഷ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വരുമ്പോഴത്തേക്കും കടല് ഈ വെള്ളം ഫസ്റ്റ് ഇങ്ങനെ അബ്സോർബ് ചെയ്തിങ്ങനെ എടുക്കില്ല. അപ്പോൾ അവിടെ കടൽ ഭയങ്കര തിര കൂടുതലായിരിക്കും, ഓൾസോ അവിടെ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. സോ ഇതിന്റെ ഇടയിൽ നമ്മൾ ആയിപ്പോയാൽ നമ്മൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു പൊഴിയിൽ അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റുവാറിസ്, ഇംഗ്ലീഷിലാണ് എക്സ്റ്റുവാറിസ് എന്നാണ് പറയുന്നത്, ഈ ഒരു പോർഷനിൽ മിക്ക പ്ലേസിലും ഈ കടലും കായലും അല്ലെങ്കിൽ കടലും ഈ പുഴയൊക്കെ ജോയിൻ ചെയ്യുന്ന മിക്ക പ്ലേസിലും പോലീസൊക്കെ അല്ലെങ്കിൽ ഈ ഒരു കടൽ സംരക്ഷണ ആൾക്കാരൊക്കെ അലർട്ട് വെച്ചിട്ടുണ്ടാവും. കാരണം അവിടെ ഇറങ്ങരുത്, അവിടെ ഇറങ്ങിയാൽ കടലെടുത്തോണ്ട് പോകും, നമ്മൾ മരിക്കാൻ വരെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അലർട്ടുകൾ വെച്ചിരിക്കും. കാരണം എന്താണ്? അവിടെ 2 ടൈപ്പ് ഓഫ് വാട്ടർ കൂടി ചേരുന്ന സ്ഥലമാണ്. സോ അത്രത്തോളം ഡെൻസിറ്റി അവിടെ ഉണ്ടായിരിക്കാം. നമ്മളൊക്കെ അവിടെ ഇറങ്ങിപ്പോയാൽ നമ്മൾ അതിന് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് എസ്റ്റുറീസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു എസ്റ്റുറീസിൽ വരുന്ന വെള്ളത്തിനെയാണ് ബാർക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ബാർക്കിഷ് വാട്ടർ എന്താണ്? കടലിന്റെ വെള്ളവും അല്ലെങ്കിൽ കായലിന്റെ വെള്ളവും, അങ്ങനെ 2 ടൈപ്പ് ഓഫ് വാട്ടർ കൂടി ചേരുന്ന വെള്ളത്തിനെയാണ് ബാർക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. Features of estuaries. Estuaries are characterized by fluctuations in the salinity, differences in the concentration, and differs with the seasonal topography, tides and amount of fresh water. Estuaries നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊഴിക്കര, ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷ് വാട്ടർ വരുന്ന സമയത്ത് കടൽ ഈ വെള്ളത്തിനെ ആദ്യം എടുക്കില്ല. കടലപ്പം എന്താണ്, തിര കൂടും. ഈ ഫ്രഷ് വാട്ടർ വരുന്ന സമയത്ത് തിര കൂട്ടും. കടലിന്റെ തിര കൂടുന്ന സമയത്ത് ആ ഒരു മണല് അടിച്ചിങ്ങനെ പൊങ്ങും. മണല് തിര കാരണം മണലടിച്ചിട്ട് ഒരു പൊക്കം വരും. കാരണം ഈ വെള്ളം അങ്ങോട്ട് എടുക്കാതിരിക്കാം. പിന്നെ ആളുകൾ ആരെങ്കിലും ചെന്നായിരിക്കും ഈ മണലൊക്കെ ഇടിച്ച് കളയും. ബ്രിഡ്ജ് പോലെ കടൽ ഉണ്ടാക്കും ഈ ഒരു മണൽ വെച്ച്. അതായത് ഈ തിര ഇങ്ങനെ ഒരുപാട് അടിക്കുമ്പോൾ മണൽ ഇങ്ങനെ പൊക്കം വരുമല്ലോ, മണൽ അടിച്ചടിച്ച് പൊക്കം വെക്കുമ്പോൾ പിന്നെ ആരെങ്കിലും ചെന്ന് ഈ ഒരു മണല് ബ്രിഡ്ജ് ആയത് പൊട്ടിച്ച് കളഞ്ഞാലേ ഫ്രഷ് വാട്ടർ കടലിലോട്ട് പിന്നെ ഇറങ്ങുള്ളൂ. അതാണ് അവിടെ ഡേഞ്ചർ എന്ന് പറയുന്നത്. കാരണം ഈ കടലിന്റെ വെള്ളത്തിന് ഫ്രഷ് വാട്ടറിനെ അങ്ങനെ പെട്ടെന്ന് എടുക്കത്തില്ല, 2 ടൈപ്പ് ഡെൻസിറ്റി ആയതുകൊണ്ട്. സോ അതാണ് അവിടെ ഡേഞ്ചർ എന്ന് പറയുന്നത്. Okay, biota of estuaries. These are 3 types of fauna in estuaries: marine, freshwater, and brackish water. The estuarine range of difference in lower than the river marine community because of difference in the physical environment. Basic plants of an estuary is a phytoplankton, marginal marsh vegetation. ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഈ ഒരു കടലും കായലും ഒക്കെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കടലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും, കടൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അവിടെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കടലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ മേ ബി ഇങ്ങനെയുള്ള എക്സ്റ്റോറേജ് പ്ലേസ് കാണാൻ പറ്റും. കാരണം വീടിൻ്റെ അടുത്തൊരു കടലും കായലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കായലിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയാൽ ഈ കായൽ എവിടെയെങ്കിലും ഏതെങ്കിലും കടലിൽ ചെന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്ലേസ് ആണ് ഡേഞ്ചർ ആയിട്ടുള്ള എക്സ്റ്റോറീസ്. ആ ഒരു പ്ലേസിൽ വരുന്ന വെള്ളമാണ് ബാർക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള 4-5 തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഏതാണ്? ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, ഡെസേർട്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്വാട്ടിക് വെള്ളത്തിൻ്റെ എക്കോസിസ്റ്റത്തിനെ കുറിച്ചും പഠിച്ചു. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റം. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം ഒരു 1 വേർഡ് ടൈപ്പിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമ്മളുടെ എക്സാം വരുന്നത് 1 വേർഡ് ആണല്ലോ. സോ ആ രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ.
പിന്നെ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ടെക്സ്റ്റ് ബുക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് ബുക്ക് ആണെങ്കിലും അവിടെയൊക്കെ ഈ 1 വേർഡ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് വായിച്ചു പോവുക കേട്ടോ പഠിച്ചു കഴിയുമ്പോൾ തന്നെ. എങ്കിൽ ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ഒരുപാട് പഠിക്കേണ്ട ആവശ്യം വരില്ല, നമുക്ക് ഓർമ്മ കിട്ടും 1 വേർഡ് ആയതുകൊണ്ട്. സോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.